നമസ്കാരം. ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറിനെതിരെ ഭരണകക്ഷി MLA ആയിട്ടുള്ള PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അത് സർക്കാരിന് ദോഷം ചെയ്യുമോ, ആഭ്യന്തര വകുപ്പിന് ദോഷം ചെയ്യുമോ, മുഖ്യമന്ത്രിക്ക് ക്ഷീണമായി മാറുമോ എന്നതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒപ്പം ഈ PV അൻവർ നടത്തുന്ന പല വെളിപ്പെടുത്തലുകളും പ്രതിപക്ഷം സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള ആയുധമാക്കി എടുക്കുമോ, ആയുധമാക്കി എടുത്താൽ അത് പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചും നമ്മൾ വിശദീകരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ADGP അജിത് കുമാറിനെതിരെ PV അൻവർ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പല വിമർശനങ്ങളും ആരോപണങ്ങളും ഏറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേരള സമൂഹം ഒന്നടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നതും. അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറിനെ കുറിച്ച് PV അൻവർ അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ്? അതായത് അദ്ദേഹം ഒരു ക്രിമിനലാണ്, അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും സംഘവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്, മാത്രവുമല്ല പല കേസുകളിലും അദ്ദേഹം പല തിരിമറികൾ നടത്തിയിട്ടുണ്ട്, കൊല്ലാനും കൊല്ലിക്കാനും ഒക്കെ കഴിവുള്ള ആളാണ് ഈ ADGP അജിത് കുമാർ എന്ന് PV അൻവറിനോട് ഫോണിൽ വിളിച്ചു പറഞ്ഞത് ആരാണ്? SP സുജിത് ദാസ് ആണ്. മാത്രവുമല്ല ഇപ്പതാ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അത് കലക്കിയതിൽ ADGP അജിത് കുമാറിന് പങ്കുണ്ട് എന്ന കാര്യം കൂടി ഏറെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. അതുകൂടി പുറത്തു വരുന്നു. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ തൃശ്ശൂർ പൂരം കലങ്ങിയപ്പോഴാണല്ലോ അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാനായിട്ട് ഒരു പ്രധാനപ്പെട്ട അവസരം ഒരുങ്ങി വന്നത്. അതായത് തൃശ്ശൂർ പൂരം കലക്കിയതും പെട്ടെന്ന് സുരേഷ് ഗോപി അവിടെ എത്തിയതും പിന്നീട് ആ വിഷയങ്ങളിൽ പ്രതികരണം നടത്തിയതും തൃശ്ശൂരുകാരുടെ കയ്യടി മേടിച്ചതും പിന്നീട് സുരേഷ് ഗോപി അതായത് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് എല്ലാവരും വിലയിരുത്തിയ സുരേഷ് ഗോപി പെട്ടെന്നായിരുന്നു 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പോൾ അത്തരത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി താവളമൊരുക്കിയത് ADGP അജിത് കുമാറാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. വളരെ വിശദമായി പരിശോധിച്ച് നോക്കിയാൽ അന്നേ ദിവസം അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ PV അൻവർ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. മാത്രവുമല്ല PV അൻവർ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളിലൊക്കെ നമുക്കറിയാവുന്നതാണ്, ഒരു തെളിവുമില്ലാതെ അദ്ദേഹം പടവെട്ടാൻ ഇറങ്ങില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ വളരെ വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഒരു യെല്ലോ യൂട്യൂബർ ആയിട്ടുള്ള മറുനാടൻ ഷാജനെതിരെ അദ്ദേഹം വളരെ ഗൗരവ സ്വഭാവമുള്ള പോലീസിന്റെ വയർലെസ് സന്ദേശം അത് അദ്ദേഹം ലീക്കാക്കുകയും അദ്ദേഹത്തിന്റെ ചാനലിലൂടെ പുറത്തുവിടുന്ന സാഹചര്യവും ഉണ്ടായി. അത് നമ്മുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കേസാണ്, പോലീസിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കേസാണ്. അത് എങ്ങനെ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തി എന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണയൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് PV അൻവർ കൊടുക്കുമ്പോൾ ADGP അജിത് കുമാർ അതിൽ ഇടപെട്ടു എന്ന രീതിയിൽ അത് ഇടപെട്ട് ആ ഷാജനെ സംരക്ഷിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തിയെന്നും ഇന്ന് PV അൻവർ പറയുന്നത് കേട്ടു. മാത്രവുമല്ല അതായത് എടവണ്ണ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ആ കൊലക്കേസിൽ പ്രതിയെ പോലീസ് സത്യത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ്, അത് യഥാർത്ഥ പ്രതിയല്ല എന്ന കാര്യം കൂടി ഇന്ന് വാർത്താ സമ്മേളനത്തിനിടയിൽ പറയുന്നത് കേട്ടു. അതിനേക്കാൾ ഏറെ ഗൗരവമായിട്ടുള്ള കാര്യം സോളാർ കേസിൽ വലിയ അട്ടിമറി ഈ ADGP അജിത് കുമാർ നടത്തി എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. നിരവധി തവണ പല വിവാദങ്ങളിലും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ ADGP അജിത് കുമാർ എന്ന കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഈ പോലീസ് സംവിധാനത്തിൽ അല്ലെങ്കിൽ പോലീസിൽ ഇത്തരത്തിലുള്ള സംഘപരിവാരങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ മുഖം വികൃതമാക്കുന്ന രീതിയിലൊക്കെ പണിയെടുക്കുന്ന ചില പോലീസുകാരൊക്കെ ഉണ്ട് എന്ന സത്യം PV അൻവർ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ രേഖപ്പെടുത്തുകയായിരുന്നു. ഇതിന്റെ ചുമതലയൊക്കെ നമുക്കൊരു 29ഓളം വകുപ്പുകളാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഒരു ചുമതല എന്ന രീതിയിൽ, ഒരു വിശ്വസ്തൻ എന്ന രീതിയിൽ അത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിനെയാണ്. P ശശി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അദ്ദേഹത്തെ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തമായി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ എങ്ങനെയാണ് ഈ സർക്കാരിനെതിരെയുള്ള ചില വികാരങ്ങളെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് വികാരങ്ങൾ ഉയർന്നു വരുന്നത്? പോലീസ് സേനയിൽ നിന്നാണ് പല സർക്കാരിനെതിരെയുള്ള പല വാർത്തകളും വരുന്നത്. പോലീസ് കാണിച്ചു കൂട്ടുന്ന ചില തെമ്മാടിത്തരങ്ങൾ, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില നീക്കങ്ങൾ, അതായത് സർക്കാരിന് വളരെ ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. ആ നീക്കങ്ങൾക്ക് കാരണമാകുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആരുടെയൊക്കെ അജണ്ടയുടെ ഭാഗമായാണ് ഇങ്ങനെയൊക്കെ സർക്കാരിനെതിരെ പല വാർത്തകൾ പോലീസ് സേനയിൽ നിന്ന് വരുന്നത്? പോലീസിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് കിട്ടുന്നത് എന്നൊക്കെ PV അൻവറിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം ഈ പോലീസ് സേനയിൽ നടക്കുന്ന പല വിഷയങ്ങളും പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾ കയ്യിലെത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രവുമല്ല
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്ന് കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ADGP അജിത് കുമാറിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സുജിത് ദാസിനെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും രംഗത്തേക്കൊന്നും നമ്മൾ കണ്ടില്ല. സുജിത് ദാസും PV അൻവറും തമ്മിലുള്ള പ്രതികരണം, ആ ഒരു ഫോൺ സന്ദേശം എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കാം. സുജിത് ദാസ് എന്താണ് പറയുന്നത്? അതായത് MLA, അതായത് ഭരണകക്ഷി MLA ആയിട്ടുള്ള അങ്ങ് ഇപ്പൊ കൊടുത്തിരിക്കുന്ന പരാതി പിൻവലിക്കണം. അപ്പോ മറ്റാരെങ്കിലും കൊടുത്താലോ? പ്രതിപക്ഷം അംഗങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് സുജിത് ദാസ് പറയുന്ന കാര്യം നമ്മൾ കേട്ടതാണ്. അപ്പോ ഈ പോലീസ് സംവിധാനത്തിനകത്ത്, അതായത് ഇപ്പോൾ പോലീസിനകത്ത് പ്രധാന ചുമതലയിലുള്ള പല ആളുകളുമൊക്കെ സർക്കാരിനെതിരായി പ്രവർത്തിക്കുന്നു, സർക്കാരിനെ മുഖം വികൃതമാക്കാൻ ശ്രമം നടത്തുന്നു, സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമം നടത്തുന്നു എന്നത് വലിയൊരു വസ്തുതയാണ്. PV അൻവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഏറെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാരും കാണുന്നു എന്നതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അച്ചടക്ക ലംഘനം പോലീസിൽ കാണിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന്. ഇത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങൾ, ഈ പ്രശ്നങ്ങളെയൊക്കെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും, മുഖ്യമന്ത്രി ഇന്ന് കോട്ടയത്ത് പോലീസിന്റെ അസോസിയേഷൻ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴും ഒരു തവണ പോലും ADGP അജിത് കുമാറിന്റെ മുഖത്തേക്ക് നോക്കിയില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അജിത് കുമാറിനുള്ള താക്കീതാണ്. കവടിയാർ കൊട്ടാരത്തിന്റെ ആ സ്ഥലത്ത്, അതായത് അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ കൊട്ടാരം പോലത്തെ ഒരു മണിമാളിക അജിത് കുമാർ പണിയുകയാണെന്ന വിവരം കൂടി ഇന്ന് PV അൻവർ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. 10 സെന്റ് സ്ഥലം അജിത് കുമാറിന്റെ പേരിലും 12 സെന്റ് സ്ഥലം അളിയന്റെ പേരിലും, ഏകദേശം ആ സ്ഥലത്തിന് ഒരു സെന്റിന് ഏകദേശം 45-60 ലക്ഷം രൂപയൊക്കെ വരും. എങ്ങനെയാണ് ഈ അജിത് കുമാർ ഇത്രയധികം പൈസ കിട്ടിയത്? അതിന് മാത്രം എന്ത് പണിയാണ് അദ്ദേഹം ചെയ്യുന്നത്? സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്താണ് PV അൻവർ പറയുന്നത്? അതായത് PV അൻവർ എന്താണ് പറയുന്നത്? അതായത് ഈ സ്വർണ്ണക്കടത്ത് സംഘം, അതായത് ആ സംഘവുമായിട്ട് ഈ PV അൻവർ പറയുന്നത് ഈ ADGP അജിത് കുമാറിന് ബന്ധമുണ്ട്. ആ സംഘം സുജിത് ദാസിനെ വിളിച്ചു പറയും. സുജിത് ദാസ് എന്ത് ചെയ്യും? ഇവരെ പിടിക്കും. അതിനുശേഷം ഇവരൊക്കെ ഇത് പങ്കിട്ടെടുക്കുന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞ് നമ്മൾ കേട്ടത്. ഇന്നത്തെ പ്രതികരണത്തിലും ഇന്നലത്തെ പ്രതികരണത്തിലും ഒക്കെ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഘം ഈ പറയുന്നത് പോലെ പോലീസിനകത്തുണ്ടെങ്കിൽ അവരെ ഈ പോലീസിന്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, കോഴിക്കോടിൽ നിന്ന് കാണാതായ മാമിയെക്കുറിച്ച് ഇന്നലെയും ചർച്ച വന്നു. എന്താണ് ചർച്ച വരുന്നത്? AI ക്യാമറകളുള്ള ഒരു നഗരത്തിൽ നിന്ന് ഒരാളെ കാണാതായിട്ട് 1 വർഷം കഴിയുകയാണ്. പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരിക്കൽ പോലും അവരെ ഫോൺ ചെയ്ത് അതിന്റെ അപ്ഡേഷൻ അറിയിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ പൂർണ്ണ പരാജയമാണ് ADGP അജിത് കുമാർ എന്ന വസ്തുതയാണ് പുറത്തു വരുന്നത്. അത് സർക്കാരും തള്ളുന്നില്ല. PV അൻവറിന്റെ ഈ ഒരു പ്രതികരണം സത്യത്തിൽ പോലീസ് സേനയെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനും സർക്കാരിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനും പാർട്ടി ഒന്നുകൂടി ശക്തിപ്പെടുത്താനും ഒക്കെയാണ് ഉപകരിക്കുകയുള്ളൂ. എന്തായാലും ഗോവിന്ദൻ മാഷ് പോലും ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PV അൻവർ പറഞ്ഞതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ CPM-ന്റെയോ CPI-യുടെയോ എന്തിന് ഈ സർക്കാരിലെ ഭരണകക്ഷി MLA-മാർ ഒരാൾ പോലും PV അൻവർ പറഞ്ഞതിനെ പിന്തള്ളി അല്ലെങ്കിൽ അതിന് എതിരെ സംസാരിച്ച് നമ്മൾ കേട്ടില്ല. അപ്പോൾ പോലീസിനകത്തൊരു സംഘപരിവാർ ബന്ധമുണ്ട്, ചില ക്രിമിനലുകളുണ്ട് എന്നതൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. PV അൻവർ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് മറ്റുള്ള MLA-മാരും മൗനത്തിലൂടെയാണെങ്കിലും ശരിവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന കാര്യം, എന്ന വസ്തുത തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ഈ ADGP അജിത് കുമാറിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുമായി ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിച്ച് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഈ നടപടി സ്വീകരിക്കണം. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ IDGP അജിത് കുമാറിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ മറിച്ചും ഈ പറയുന്ന അജിത് കുമാറിന് PV അൻവറിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാം. പക്ഷെ എന്തുകൊണ്ട് ഈ സമയം വരെ അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ഒരു ആരോപണത്തിന് പോലും മറുപടി പറയുന്നില്ല? എന്തുകൊണ്ട് പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് PV അൻവറിനെ ഭയന്നിരിക്കുകയാണ് ADGP അജിത് കുമാർ. കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായി ഭയക്കുന്നത്. ഇന്ന് ഒരു വോയിസ് ക്ലിപ്പ് കൂടി PV അൻവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസുകാരൻ പറയുന്നുണ്ട്. അതായത് ഷാജൻ സ്കറി ആയിട്ടുള്ള കൂട്ടുകച്ചവടത്തെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ സോളാർ കേസ് അട്ടിമറിച്ചതിനെ പറ്റി സംസാരിക്കുന്നു. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും ADGP അജിത് കുമാർ ഈ നിമിഷം വരെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിന്നെ PV അൻവർ ഇപ്പോഴും എടുത്തു പറയുന്നു, എൻ്റെ കയ്യിൽ കൂടുതൽ തെളിവുകളുണ്ട്, ഇത് ആദ്യ ഘട്ടം കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മറുനാടൻ ഷാജൻ ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്? അതായത് ഈ യെല്ലോ യൂട്യൂബർ പറയുകയാണ് മുസ്ലിം ലീഗിലേക്ക് PV അൻവർ പോവുകയാണെന്നാണ് പറയുന്നത്. ഒരു ലീഗിലേക്കും PV അൻവർ പോകില്ല എന്ന് നന്നായി അറിയാം. എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു വ്യാജ വാർത്ത PV അൻവറിനെതിരെ ഷാജൻ സൃഷ്ടിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ
അണികൾക്കിടയിലുള്ള സ്വാധീനം, അദ്ദേഹം കൂടുതൽ കരുത്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കരുത്തില്ലാതാക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രഹസനമാണ്. മരിക്കുവോളം ആ ചെങ്കൊടിയുടെ കീഴിൽ തന്നെ ഉണ്ടാകും പി വി അൻവർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു ലീഗിലേക്കും പോകില്ല എന്ന കാര്യവും നമുക്ക് പരസ്യമായി തന്നെ പലർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഈ പാർട്ടിയിൽ തന്നെ ഉണ്ടാകും. ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ അണികൾക്ക് വേണ്ടി അണികളുടെ ശബ്ദമായി അദ്ദേഹം ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ആദ്യത്തെ അടിയിൽ തന്നെ ഷാജിനെ പോലുള്ളവരൊക്കെ ഭയന്നിരിക്കുന്നു എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതാണ്. ഈ സമയം വരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ നല്ലൊരു ഗംഭീരമായിട്ടുള്ള, അവരെ സംബന്ധിച്ച് അവർക്ക് അടിക്കാൻ കിട്ടിയൊരു വടിയാണ്. പക്ഷെ അതുപോലും അവർ പിടിക്കുന്നില്ല. വൈ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾക്ക് നമ്മുടെ പോലീസ് സേനയിൽ നിന്ന് പല ഇൻഫോർമേഷൻസും കിട്ടുന്നത് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അവരെ ആരെയും ഈ സമയം വരെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു ഭരണകക്ഷി MLA ആണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത്. മറിച്ച് ADGP അജിത് കുമാറിനെതിരെയോ സുജിത് ദാസിനെതിരെയോ ഇവർക്കെതിരെ ഒന്നും ഒരു ആരോപണവും ഇതുവരെ ഉന്നയിച്ച് നമ്മൾ കേട്ടിട്ടില്ല. എന്തായാലും ഈ സർക്കാർ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്രയും ഈ ഭരണം തുടങ്ങി ഏകദേശം ഈ സമയം വരെ എത്തുമ്പോൾ 108ഓളം ആളുകളെയാണ് മുഖം നോക്കാതെ പുറത്താക്കിയിട്ടുള്ളത്. അങ്ങനെ നടപടി സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് ഇത്. എന്തായാലും ഭരണകക്ഷി MLA ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ പറയുമ്പോൾ ഈ പാർട്ടി ഇങ്ങനെയാണ്, ഈ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനും, ഭരിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ പോലീസ് സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള പാകപ്പിഴവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കൃമികീടങ്ങൾ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ സംസാരിക്കാനും ഒരു മടിയുമില്ല എന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് കാണിച്ചു തരികയാണ്. ഒരുപക്ഷെ UDF ഒക്കെ ഭരിക്കുന്ന കാലത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നതെങ്കിൽ ഏതെങ്കിലും MLA ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ആർജവം കാണിക്കുമായിരുന്നു. ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. പക്ഷേ ഈ പാർട്ടി അങ്ങനെയല്ല. എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. പ്രതിപക്ഷം ഇത് അടിക്കാനുള്ളൊരു വടിയായി എടുത്താൽ പോലും പ്രതിപക്ഷം മാത്രമേ നാണം കെടുകയുള്ളൂ. കാരണം ഇപ്പോൾ ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷത്തിനെതിരെ കൂടി ഉയർന്നിരിക്കുന്ന ആരോപണമാണ്. PV അൻവർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണത്തിന് അങ്ങനെ ഒരു സ്വഭാവം കൂടിയുണ്ട്. അതായത് പ്രതിപക്ഷ നേതാവിന് എതിരെ അടക്കം പല കേസുകളും കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ വിഷയങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു, എന്തുകൊണ്ട് ആ അന്വേഷണങ്ങളൊക്കെ നീക്കുപോക്കുണ്ടാകുന്നില്ല, അതൊക്കെ വലിയ ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പോലീസ് സേനയെ ഒന്ന് ഉടച്ചു വാർക്കേണ്ടതുണ്ട്. പോലീസ് സേനയിൽ നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേന നമ്മുടെ കേരള പോലീസ് തന്നെയാണ്. ആ കേരള പോലീസ് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ്. ഏത് നാട്ടിൽ പോയാലും എവിടെ പോയാലും നമ്മുടെ പോലീസിനെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ രണ്ട് ചില പാഷാണങ്ങൾ, ചില ആളുകൾ ഈ സേനയ്ക്ക് വളരെ മോശം പേരുണ്ടാക്കാൻ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ചില ആളുകൾ, 1-2 ആളുകളാണ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നതെന്ന് പറയുന്ന പോലെ ചില ആളുകളുണ്ട്. അവരെയൊക്കെ അങ്ങ് പറിച്ചു കളഞ്ഞാൽ നമുക്ക് ആ നെല്ലും പതിരും ഒക്കെ ഒന്ന് വേർതിരിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പോലീസ് സേനയെ നമുക്ക് ശുദ്ധീകരിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും പോലീസ് സേനയാണ് സർക്കാരിന് വലിയ രീതിയിലുള്ള നാണക്കേട് ഉണ്ടാക്കുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശി വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ തികഞ്ഞ അനാസ്ഥതയിൽ കാണാവുന്നതാണ്. അദ്ദേഹത്തെ ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ വളരെ നല്ലതെന്നാണ് ഈ PV അൻവറിന്റെ തുറന്നു പറച്ചിലുകളൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും PV അൻവറുടെ പ്രതികരണം വളരെ തന്റേടത്തോടു കൂടിയുള്ള പ്രതികരണമാണ്, വളരെ ആർജവത്തോടു കൂടിയുള്ള പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ സ്വീകാര്യത 10 മടങ്ങായിട്ട് വർദ്ധിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദം കേരളത്തിന്റെ ഒന്നടക്കമുള്ള ശബ്ദമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്ന, അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയാൽ തീർച്ചയായും പിണറായി വിജയൻ സർക്കാർ ഒന്നുകൂടി ശോഭിക്കുക മാത്രമേ ചെയ്യൂ. ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ പോലീസ് സേനയിൽ നിന്ന് ഉയർന്നു വരുന്ന, അല്ലെങ്കിൽ പോലീസിൽ നിന്ന് ഉയർന്നു വരുന്ന ചില വാർത്തകൾ സർക്കാരിനെ വല്ലാത്ത രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കാനും ഈ PV അൻവറിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണങ്ങൾ ഉപകരിക്കും എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.